നമുക്ക് ക്ലാരിഫിക്കേഷന് പോവാം. വി ആർ രാജശേഖരൻ തന്നെ പറയട്ടെ. ശ്രീ വി ആർ രാജശേഖരൻ, ഞാൻ അത് വളരെ എളുപ്പത്തിൽ പറയാം. കാരണം നെഹ്റുവിന്റെ സന്തത സഹചാരിയായിരുന്ന ശ്രീ എം ഒ മത്തായി സുപരിചിതനാണല്ലോ. എം ഒ മത്തായി എന്റെ അയൽവാസിയാണ്. എം ഒ മത്തായി പുസ്തകമായിട്ട് വായിച്ചിട്ടുണ്ട്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. എം ഒ മത്തായിയുടെ പുസ്തകം ജീവചരിത്രം അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചു ബോധ്യപ്പെടാവുന്നതാണ്. ഫിറോസിന്റെ മതം എന്താണെന്നുള്ളത് ഏതായാലും ഹിന്ദു മതമാണെന്ന് ആരും അംഗീകരിക്കുകയല്ലോ. എനിക്കൊരു മിനിറ്റ് തരൂ. എം ഒ മത്തായിയുടെ പുസ്തകം ഞാൻ തരാം. എം ഒ മത്തായി എഴുതിയ പുസ്തകം ഞാൻ തരാം അങ്ങയ്ക്ക്. ശ്രീ അനൂപ് വായിച്ചാണ്. എന്റെ കയ്യിലുണ്ട്. ഇതിന്റെ ഈ ബുക്ക് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ കള്ളത്തരം. ഒരു മിനിറ്റ് എന്നോട് ഒരു RSSന്റെ സുഹൃത്ത് ഒരു മിനിറ്റ് പറഞ്ഞോളൂ. ഞാൻ വാട്സപ്പില് എനിക്കൊരു ആൾ അയച്ചു തന്നു. ഇങ്ങനെ നെഹ്റുവിന്റെ മുത്തശ്ശൻ മുസ്ലിമാണ്, വലിയുമ്മ താജുന്നിസയാണ് എന്നൊക്കെ പറഞ്ഞ കുറെ കഥകള്. അങ്ങനെ അത് തെളിയിക്കണല്ലോ. അങ്ങനെ ഈ പാവപ്പെട്ടവൻ മത്തായിയുടെ പുസ്തകം ഞാൻ ചേർത്തു. അപ്പോൾ പറഞ്ഞു 25ാമത്തെ അധ്യായം മിസ്സിംഗ് ആണ്, അതിന്റെ അകത്താന്ന് പറഞ്ഞു. അതും ഞാൻ ഒരുവിധം തേടി പിടിച്ച് അത് കിട്ടി. ഇവിടെയും ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. പച്ചക്കള്ളം ഈ പുസ്തകത്തിൽ ഉണ്ട് എങ്കിൽ ശ്രീ രാജശേഖരൻ ഒന്ന് പറയട്ടെ, ഏത് പേജിലാണ് അത് പറയുന്നത്? മത്തായിയുടെ പുസ്തകം എനിക്ക് വായിച്ചു, എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് തന്നെ വായിച്ച് ബോധ്യപ്പെടാമല്ലോ. അങ്ങനെ ഒരു വാർത്ത ഉണ്ടെങ്കിൽ മത്തായിയുടെ പുസ്തകത്തിൽ അങ്ങനെ നിങ്ങൾ പറയൂ. ഡൗൺലോഡ് ചെയ്ത് എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ എടുത്തു കാണിക്കാൻ പറ്റില്ല. അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പുസ്തകം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ പരാമർശങ്ങൾ അത് വിവാദത്തിന് വഴിവെച്ചിരുന്നു. അത് ഡിബേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ സലീം അടവൂരെ പുസ്തകം മുഖ്യമന്ത്രി ചെയ്ത പേജിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഇരുന്ന് വായിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ആ വിഷയം ചർച്ച ചെയ്യാം. മത്തായി ഇന്ദിരാഗാന്ധിയുടെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മത്തായി നെഹ്റുവിന്റെ പറയട്ടെ. അല്ലല്ല, മത്തായി പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. നെഹ്റുവിന്റെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ ചില പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. പക്ഷേ അവരുടെ കുടുംബ മുസ്ലിമാണെന്ന് ആ ബുക്കിൽ, അല്ല ശരിയോ തെറ്റോ അല്ല, ആ ബുക്കിലില്ല. ആ പുസ്തകത്തിൽ ഒരു സ്ഥലത്തും നെഹ്റുവിന്റെ മുൻഗാമികൾ മുസ്ലിമുകളാണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ആ ബുക്കിൽ പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ RSSന്റെയും സംഘപരിവാറിന്റെയും കൃത്യമായ അജണ്ട കരുതി കൂട്ടിയിട്ട് നെഹ്റുവിനെയും കുടുംബത്തെയും ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ ട്രാക്കിലേക്ക് കയറ്റാണ്.